പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ്. അതിനാൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. കിസാൻ സമ്മാൻ നിധിയുമായി 21ാമത് ഗഡു വിതരണം ആരംഭിച്ചു. കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പല വീഡിയോയ്ക്കും ആൾക്കാർ അടിയിൽ വന്ന് സംശയം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു ഭൂരിപക്ഷം ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഇത് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇവിടെ കമൻറ്റ് ചെയ്യുന്നത്. അതെപ്പോൾ കിട്ടും എന്നൊക്കെ തരത്തിൽ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ് നമുക്ക് ഈ പണം എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒന്നിലധികം ബാങ്കുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകൾ കൂടാതെ മറ്റേതെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പണം വന്നോ എന്നൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 21ാമത്തെ ഗഡു ആണ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ്. ഒരുപക്ഷെ ചിലപ്പോൾ 21ാമത്തെ ഗഡു ആണ് വിതരണം ചെയ്തതെന്ന് അറിയാത്തത് കൊണ്ടും അത് കിട്ടിയിട്ടും ഇനിയും ഉണ്ടെന്ന് വിചാരിച്ചാണോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ചാണോ എന്നറിയത്തില്ല. എന്തായാലും ഒത്തിരി ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ അടുത്ത് കിട്ടിയത് 21ാമത്തെ ഗഡു തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തത് 22ാമത്തെ ഗഡു വിതരണം ആയിട്ടില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മാസം കിട്ടിയത് 21ാമത്തെ ഗഡുവാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായിട്ട് എന്ന് പറഞ്ഞാൽ കുറേ കമൻറ്റുകൾ വന്നപ്പോൾ നമ്മളത് കുറേ ആളുകൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ പണം എത്തുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ടായിരിക്കും. നിങ്ങളതൊന്ന് നോക്കുക. മെസ്സേജൊക്കെ എടുത്ത് ടെസ്റ്റ് മെസ്സേജുകൾ നോക്കുക. ചിലപ്പോൾ അതിൻ്റെ അകത്ത് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്ത് ആധാറുമൊക്കെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്നിട്ട് ഫോണിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിൽ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മെസ്സേജായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.